മെഗാ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കണം. അല്ലാതെ ഒരു മിനിമം പരിപാടിയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ചത്തുകെട്ട് പോകുക എന്നുള്ളൊരു രീതിയിൽ നിന്നുള്ള ആ ഒരു സ്ട്രാറ്റജി ഒന്ന് മാറ്റണം നല്ലതായിരിക്കും. കർത്താവ് എന്നെ എടുക്കണമേ, എടുത്ത് ഉപയോഗിക്കണമേ, നിൻ്റെ ഒരു റേഞ്ചിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ സാധ്യതകളെ നീ വളർത്തണമേ, അങ്ങനെ നീ എന്നെ ഉപയോഗിക്കണമേ ആണ്. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തിയായി മാറും. കാരണം ഇതൊന്ന് ഞാൻ നിങ്ങളോട് പറയണത് ഇതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. അതായത് ആയിരങ്ങളുടെ അനുഭവങ്ങളിലൂടെയും എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെയും ദൃശ്യാനുഭവത്തിലൂടെയും അതുപോലെ കേൾവിയിലൂടെയും ഒക്കെ എല്ലാം ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ ലളിതമായി സംലഭ്യമാണ്. അല്ല, ഇതൊരു വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതൊരു കിൻഡർ ഗാർഡൻ സ്റ്റൈലാണ്, വിശ്വാസം അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടും തൊട്ടും കേട്ടും മണത്തും ഒക്കെ ജീവിക്കേണ്ട ദൈവത്തിനെ അത്രയും ടാഞ്ചിബിളാണ്. അതുകൊണ്ട് ആ ഒരു ബോധത്തിൽ വേണം ദൈവമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ക്രമീകരിക്കാൻ. വളരെ പ്രത്യാശയോടെ. താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവം.